എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്നും ഇടുന്നതേ ആശുപത്രി പോകും അതും ഇതുമൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഒരു സിനിമ കാണാൻ വരാം. അപ്പോൾ പിള്ളേരെയും കൂട്ടിയുണ്ട്, ക്രിസ്റ്റിയുണ്ട്, ആദ്യമുണ്ട്, ശ്രീകുട്ടനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഏത് സിനിമയാണോ വന്നേക്കുന്നത്? വാഴ 2. അപ്പോൾ വാഴ 2 കണ്ട് റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇമോഷണലാവും, കരച്ചിലൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെ കരയും എന്നുള്ളത് കാര്യം നമുക്കറിയാം. ആദ്യം ഞാൻ ആദ്യം കറിയില്ല, നീ കറിയടാ ഇല്ല. അപ്പോൾ അവന്മാരൊന്നും കറിയല്ലെന്ന് പറഞ്ഞു. എൻ്റെ കാര്യം എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഞാൻ കറിയും. എൻ്റെ ലോല മനസ്സാണ് ചിലപ്പോൾ കരയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സിനിമ നടക്കുന്നത്? നമ്മളിപ്പോൾ വന്നത് നമ്മൾ ഏത് സിനിമയുടെ ഇന്ന് ഇവിടെ കാണാൻ വന്ന ഒരു പ്രാവശ്യം മഞ്ഞുമൽ ബോയ്സ്, അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അന്ന് നമ്മുടെ കൂടെ എബനേശ്വർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എബനേശ്വർ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കാണാൻ കുറച്ച് വൈകിപ്പോട്ടെ. ശ്രീകുട്ടനൊക്കെ കൊല്ലത്തുനിന്ന് കണ്ടു, ഞങ്ങൾ കാണാൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും അതെ, അവനായിരുന്നു കാണാൻ ഏറ്റവും കൂടുതൽ ഒന്നും പറയണ്ട. ഇതാട്ടോ നമ്മുടെ തിയേറ്റർ, മാർ ബേസിൽ അല്ലേ, ബേസിലല്ലേ? അതെ, മാർ ബേസിൽ EVM തിയേറ്റർ, രാജകുമാരി അല്ലേ. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത് 2 മണിക്കാണ് ഷോ കയറി വന്നേക്കുന്നത്. പക്ഷേ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ എനിക്ക് രാവിലെയൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നു. ഇപ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് 9 മണി ആയപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി. കാരണം ഇത് ബ്ലോക്ക് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. മാറി എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ 9:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം എനിക്ക് 7-8 മണി കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും സിനിമയൊക്കെ കാണാം, കണ്ടിട്ട് ബാക്കി കാര്യം എങ്ങനെയാണെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഞങ്ങളിത് പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ട്. തിയേറ്ററിലേക്ക് കയറാണ്. തിയേറ്ററിൽ കയറിയിരിക്കുക. അങ്ങനെ അവന്മാർ പോപ്കോണും അതൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ട് കരയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ ആശുപത്രിയിലൊക്കെ പോയിട്ടേ ഞങ്ങൾ അലക്കാൻ വന്നേക്കാണ് കേട്ടോ. ഒത്തിരി ഉണ്ടാവില്ലേ, പിന്നെ ഇട്ടിരുന്ന ഒത്തിരി തുണിയായി പോകും കേട്ടോ. കുഞ്ഞാവിടാണ് കൂടുതലും, അപ്പോൾ അവിടെ അലക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വെള്ളം മേടിക്കുന്ന ചേട്ടനെ ഹോസ്പിറ്റലിൽ പോയേക്കാം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. അതെ, അമ്മ എന്ന് പാവം അലക്കുന്നുണ്ട് കേട്ടോ. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കാണിച്ചു തരാം. നമുക്കൊക്കെ വീട്ടിൽ വെള്ളം കൊണ്ടു തരുന്ന ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയേക്കുവാണ് കേട്ടോ, ട്രിവാൻഡ്രത്ത്. അതുകൊണ്ട് നമുക്ക് 2 ദിവസത്തേക്ക് വെള്ളം കൊണ്ടുവരാൻ ആളില്ല. അതുകൊണ്ട് വീട്ടിലും ഉള്ള വെള്ളം തീർക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇച്ചിരി പറ്റില്ലെങ്കിലും വന്നത്. പിന്നെ ഇതൊക്കെ ഞാനൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം വേറെ ഒന്നല്ലേ, പുഴയിൽ വന്ന് അലക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇരുന്നും കിടന്നൊക്കെ അലക്കാം. പിന്നെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ നിന്നലക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ട് ഞാനിത് അടിച്ചലക്കുകയാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഒരുപാട് ചെളിയൊന്നും ഉള്ള ഡ്രസ്സിൽ ഇല്ലാത്തത് കൊണ്ടും വളരെ സിമ്പിളായിട്ട് അലക്കിയെടുക്കാവുന്നത് കൊണ്ടും ഞാൻ നല്ല അടിപൊളിയായിട്ട് അലക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പിഴിയുന്ന അമ്മ അങ്ങ് പിഴിയും കേട്ടോ, അലക്കി അങ്ങ് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന 2 വീഡിയോസിൻ്റെ കമൻറ്റുകൾക്കൊന്നും എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല. നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ആ കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ തരാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ശരിക്കും ഞാൻ മനഃപൂർവ്വം തരാതിരുന്നതല്ല. ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്ഷീണവും കിടക്കണം എന്നുള്ളൊരു തോന്നൽ മാത്രമായിരുന്നു കേട്ടോ. പിന്നെ അതാ ഒരു തോന്നലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. മെൻ്റലി ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഫോൺ അധികം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വീഡിയോസ് എടുക്കുന്നത്, പിന്നെന്താ, പിന്നെ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അവിടെ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആരാ വിളിക്കാൻ വന്നേ? മാമൻ വിളിക്കാൻ വന്നിട്ടുണ്ട്. എന്നെടുക്കാണ് പറയടാ. ആദ്യം അങ്കിൾ വന്നു. അതെ, എല്ലാ പ്രാവശ്യവും ഓക്കെ, ടാറ്റാ. ടാറ്റാ. അയ്യോടാ, എന്ന് വരും?
ഓക്കെ അത് തന്നെ. ഓക്കെ ബൈ. അതിന്റെ കേബിൾ എടുത്തോ? അയ്യോടാ, അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ആദ്യം 200 കൊടുത്തിട്ടുണ്ട്, ഈ പ്രാവശ്യം 200 കൊടുത്തു. എന്തേ അപ്പൊ നമ്മുടെ ഗസ്റ്റ് ശ്രീകുട്ടൻ തിരിച്ച് വീട്ടിൽ പോയി. അപ്പൊ ചേട്ടായി ഇന്നലെ വന്ന് വിളിക്കാൻ വന്നു. പാവം ചേട്ടായും അടുത്തു കേട്ടോ. കാരണം ഇന്നലെ അവിടുന്ന് പോകുന്ന ഇവിടെ വന്ന് പിന്നെ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നവർ ഭയങ്കര പാടുള്ള കാര്യമാണ് കേട്ടോ. അതും പ്രത്യേകം ബസ്സിന് പോകുന്നത്. പിന്നെ അവർ എറണാകുളം ചെന്നിട്ട് അവിടുന്ന് ട്രെയിനിന് പോകും. എന്നാലൊരു സങ്കടം ഇല്ലാതില്ല. എന്നെ തന്നെ നോക്കി കിടക്കുന്ന ഒരു കുഞ്ഞു ആവിക്കുട്ടി. ആവിക്കുട്ടി ആരെയാ നോക്കുന്നേ? ഫോണാണോ നോക്കണത്? കുഞ്ഞാന്റീനെ എന്താണ് എടുക്കോന്ന് നോക്കുന്നതാണ് ആദ്വിക. എന്റെ കണ്ണ് മറക്കാണ്ട് നോക്കുന്നു. നോക്കി തലമുടിയൊക്കെ പറിച്ചെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണ് വെട്ടാണ്ട് നോക്കുന്നുണ്ട്. എന്താണ്? അപ്പൊ ശ്രീകുട്ടനെ ഞാൻ കൊണ്ടേ വിടാന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഇപ്പോഴും ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻഫെക്ഷനൊക്കെ വന്നതുകൊണ്ട് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ അല്ലേ. അപ്പോൾ അത്രയും നേരമൊക്കെ വണ്ടിയിലിരുന്ന് പോകാനും ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പോകാൻ പറ്റില്ലാത്തത് കൊണ്ട് പിന്നെ നാളെ അങ്ങ് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് അവന് നാളെ ചേട്ടായി വരാമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ചേട്ടായി വന്നു. ചേട്ടായാണെങ്കിൽ ആകെ മടുത്ത് ക്ഷീണിച്ച്, ചേട്ടായിക്ക് ചെറിയ പനിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ വന്ന് രാവിലെ ഒരു 9 മണിയായിട്ട് വന്നിട്ട് ഇതേ ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ കേട്ടോ. ഒരു 1.5 മണിക്കൂർ ഇവിടെ നിന്നുണ്ടായി. അപ്പം ചേട്ടായി പോയിട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിതേ. ഹലോ കുഞ്ഞാനിയുടെ കൊച്ചെവിടെ? കൊച്ചേ പെണ്ണേ ആദ്വിക കുട്ടി. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണ്? ഇന്നത്തെ പരിപാടിന് ചോറും കറിയും വെക്കണ്ടല്ലേ? ചോറിരിപ്പുണ്ട്, കറി ഇരിപ്പുണ്ട്. രാവിലെ പുട്ടുണ്ടാക്കി. അപ്പൊ രാവിലെ പിള്ളേർക്ക് പുട്ടും ഒക്കെ കൊടുത്തു. ചേട്ടായും കഴിച്ചു. പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല. ലിജിമോളെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒറ്റയ്ക്കുള്ളൂ എന്നല്ല, ലിജിമോളെ കയറ്റി ഇറക്കാനൊക്കെ ചേട്ടായിക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചേട്ടായി നിൽക്കാതെ പോയത്, വേഗം വന്നിട്ട് പോയത് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വഴിയേ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ്. രാത്രിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഡോസ് ഇച്ചിരി ലേറ്റായിട്ട് എടുത്തതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇന്നലെ ഞാൻ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും ഇഞ്ചക്ഷനൊക്കെ മിക്സ് ചെയ്ത് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് ബ്ലോക്കായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഡോസ് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഡോസ് പോയി. മിക്സ് ചെയ്തിട്ട് കുറേ നേരം വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻറ്റിബയോട്ടിക് അല്ലേ, എന്താവും നമുക്ക് റിയാക്ഷൻ ഉണ്ടാവുമെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് ഇന്നത്തെ ഡോസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയി എടുക്കാമെന്ന് ഞാൻ ഇന്നലെ പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ വന്നാൽ അത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ലിജിമോളുടെ നൈറ്റിയാണ് ഇവിടെ ഇട്ടിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ എടുത്തിട്ടതാണേ. അപ്പോൾ വേറൊന്നുമില്ല. പിന്നെ ഇവിടെ വെള്ളം ഓസ് എടുക്കുന്നുണ്ടോ, നമ്മളിവിടെ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നും നമുക്ക് വെള്ളം മേടിക്കേണ്ട ഒരവസ്ഥയായി. വേറൊന്നുമില്ല, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന മോട്ടർ കേടായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിന് മീറ്റിംഗ് ഒക്കെ വിളിച്ച് ഇപ്പോൾ പഞ്ചായത്തിൽ പരാതിയായിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതിനിപ്പം കറണ്ടിൽ യൂസ് ചെയ്യുന്ന മോട്ടർ വെക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അത് മോട്ടർ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് പാസ്സായിട്ട് വരണമല്ലോ. അപ്പം തൽക്കാലത്തേക്ക് നമുക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പിരിവുണ്ട് കേട്ടോ. ഒരു 1300 വെച്ച് ഒരാൾക്ക്, ഒരു കുടുംബത്തിന്. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ പിരിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചി അവിടെ പിടിച്ചുകൊണ്ടിരിക്കും. ഞാനിവിടെ ഓപ്പറേറ്ററാണ്, സ്വിച്ച് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വരട്ടെ. പിന്നെ ഇത് 9ാമത്തെ ഡോസാണ് കേട്ടോ. ഈ ഡോസ് കൂടെ കഴിഞ്ഞാൽ നാളെ ഇനി ഹോസ്പിറ്റലിൽ പോയി എടുത്ത് ഡോക്ടറെ കാണിച്ച് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഇപ്പം നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോൾ നടുവേദന അങ്ങനെ ഉണ്ടാകാറില്ല. പിന്നെ കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിട്ട് വരുന്നു. ഇനിയിപ്പോൾ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിൽ പോകാനുള്ള പ്ലാനില്ല കേട്ടോ. കാരണം എന്തായാലും വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത് എന്തായി എന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. പിന്നെ ഞാൻ ഇത്ര ദിവസം ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പോയി നിങ്ങൾ കാണിക്കാത്ത പറഞ്ഞില്ലേ. ഇന്ന് ഈ പോക്കും വരവ് തന്നെയല്ലേ നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ.
ഓ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ജിമ്മിൽ പോകണം. അപ്പോൾ ജിമ്മിലൊക്കെ ഒന്ന് കയറി പോകണം. ഇന്ന് പറ്റുമെങ്കിൽ പോകണം. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോയിൽ എല്ലാവരും ഓട്ടത്തിന് പോയി. അപ്പോൾ ഒരു ഓട്ടോയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കത് അപ്പോൾ എന്തായാലും പോവാം. അതേ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വന്നത് ഇതാണ് ഹോസ്പിറ്റൽ. ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പോൾ അതേ 2 പേര് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇരുന്ന് അങ്ങ് മുഷിഞ്ഞുകൊണ്ട് ദിവ്യമ്മേനെയും കൊണ്ടുവന്നു കേട്ടോ. ആദ്യനെയും കൊണ്ടുവന്നു. അങ്ങനെ ആദ്യം കുറച്ച് മാങ്ങാപ്പഴമൊക്കെ മേടിച്ചു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പുതിയ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അത് 4 പേരുടെ കാർഡ്. ആരുടെയൊക്കെ കാണിച്ചു തരാം ആദ്യം. ആ മാങ്ങ ഉള്ളിലേക്ക് വെക്കും. അത് പിടിക്കാൻ പറ്റില്ല, എൻ്റെ കൈ കൊണ്ട് പിടിക്കത്തില്ല. ബേബി ആദ്വിക ഏലിക്കുട്ടി അതാരാ? ഞാൻ ആദിനാഥ്, ലിജിത. ഞങ്ങളുടെ 4 പേരുള്ള ലിജമ്മ മാത്രം ഇവിടെ ആശുപത്രി മരുന്ന് മേടിക്കാത്തുള്ളൂ. അത് മേടിക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ. അത് തന്നെ. അപ്പൊ നമ്മുടെ രാജക്കാട് സിറ്റിയിലാണ് കേട്ടോ. ഇനി അപ്പുറം പോണം. ക്രിസ്റ്റിയുടെയൊക്കെ മൾബറി അടിപൊളിയായിട്ട് കാഴ്ച കിടക്കണ്ട കേട്ടോ. ഇതിൻ്റെ അകത്തൊരു പഴുത്ത് തന്നെ നമുക്ക് പറിക്കാം. അയ്യോ അയ്യോ എന്തേ ഇത് 2 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളേ ഹോസ്പിറ്റലിൽ പോകണം. ഇന്ന് എൻ്റെ ലാസ്റ്റ് ദിവസമാട്ടാ ഇഞ്ചക്ഷൻ എടുക്കുന്ന. കുറഞ്ഞു, അപ്പോൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 2 പേരും വരുന്നുണ്ട്. ആണോ? എന്താ തിന്ന് പുളിയുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ട നാക്കിൽ നിറം മാറി. നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ മുഖത്ത്. പുതിയ ഉടുപ്പാണ് കേട്ടോ. രാജേശ്വരി കുഞ്ഞമ്മ വന്നപ്പോൾ മേടിച്ചോണ്ട് വന്ന ഉടുപ്പ. കാണിച്ച് ഉടുപ്പ് കാണിച്ച്. ആദ്യ കുട്ടീനെ കണ്ട. ഇനി നോക്കിക്കേ ഒന്നെ ആവു ആവുകുട്ടി. ഇതാണ് ആവുകുട്ടി. ഫോട്ടോ എടുത്തിട്ട് ഇത് കണ്ണു പിടിച്ചു വരുന്നുണ്ട്. പേടിച്ചിട്ടാണോ എന്നെ മോനെ? എന്താണ് ഹോസ്പിറ്റലിലെത്തി. ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ കണ്ടു, കുഞ്ഞവനെയും കാണിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ. ഞാനിത് ഉണക്കമീൻ മേടിക്കാൻ ഓർത്ത് കടയിൽ പോയതാണേ. കടയൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറി പോകണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കുളത്തിൻ്റെ അതിൽ വരുന്നത് വെള്ളം ഉണ്ടോ നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരാൻ ഭയങ്കര പേടി കേട്ടോ. ഇപ്പോൾ പാമ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പാമ്പുണ്ടാവും. നോക്കട്ടെ കേട്ടോ, വെള്ളം ഉണ്ടാവും. വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളം. ഈ ഭയങ്കര പൊട്ടെ. നമുക്ക് ഇവിടെ അങ്ങനെ പച്ചമീൻ കിട്ടില്ല നമ്മുടെ മാങ്ങാത്തൊട്ടി സിറ്റിയിൽ. അതുകൊണ്ട് ഉണക്കമീൻ മേടിക്കാമെന്നേ. അയ്യോ കയറി പോട്ടെ. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. ഇത് എത്ര പേരാ മരിക്കുന്നതല്ലേ. പാമ്പുകൾക്കൊക്കെ അങ്ങ് വെകിളി പിടിച്ചു. കാരണം ഈ ചൂട് ആയതുകൊണ്ട് അത് എവിടെയെങ്കിലും തണൽ നോക്കി, അതുകൊണ്ടാണ് വീടിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കുന്നത്. നമ്മുടെ അവിടെ ആണെങ്കിലും കെട്ടിലൊക്കെ ഇഷ്ടംപോലെ പാമ്പുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാമ്പിനെ കണ്ട് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാവേ. അയ്യോ അതേ സ്പീഡിൽ പോകുന്നതാണ്. ആദ്യം ഇതിലിറങ്ങി വരാൻ വേണ്ടിയിട്ട് പേടിച്ചാൽ പിന്നെ സിറ്റി വഴി പോയി. ഇപ്പോൾ സിറ്റിയിൽ പള്ളിയിൽ പെരുന്നാൾ പ്രദക്ഷിണം പോകാൻ വെച്ചാൽ CSI പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ. വീട്ടിൽ തിരിച്ചു വന്നേ. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ച പാമ്പ് കയറി പോയ പൊത്ത് ദേ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഞാൻ ചെരുപ്പെടുക്കാൻ എന്തോ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പം കറക്റ്റ് ഞാൻ നോക്കുന്ന പാമ്പിൻ്റെ നേരെയാണ് കേട്ടോ. ശരിക്കും പേടിച്ചു പോയി. അപ്പോൾ ഞാൻ അന്നേരം ഒരു വീഡിയോ ഒക്കെ എടുത്തു. അത് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പാമ്പിനൊന്നും കൊല്ലാനോ ഒന്നും പാടില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, അത് പോകുന്ന വരെ ഞാൻ അവിടെ തന്നെ നിന്നു. അത് എന്തോ വളവളപ്പനാണെന്ന് തോന്നുന്നേ. എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണെന്ന് തോന്നി എങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പറയാണ്, ഇപ്പം ചൂടുകാലം ആയതുകൊണ്ട് പാമ്പിന് തണുപ്പുള്ള സ്ഥലങ്ങളിൽ തേടി അത് നടക്കും. അപ്പോൾ അത് ഭയങ്കര വെകിളി പിടിച്ചായിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും പാമ്പ് കടിയേറ്റ കേസുകളൊക്കെ കൂടുതലും മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ സങ്കടവും പേടിയും എല്ലാം നമുക്ക് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും ഇങ്ങനെ കട്ടിലിൻ്റെ അടിയിലാണെങ്കിലും എല്ലായിടത്തും ക്ലീൻ ചെയ്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. അപ്പം നമ്മളാണെങ്കിൽ പോലും അടുക്കള ഭാഗത്താണെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിലും ഫുൾ ടൈം ക്ലീൻ എല്ലായിടത്തും നോക്കും. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ, എല്ലായിടത്തും നോക്കി അതുപോലെ ക്ലീൻ ചെയ്തിട്ട് സേഫായിട്ടിരിക്കുകയാണ്. അപ്പം വാതിലൊക്കെ ഫുൾ ടൈം അടച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ തുറന്നിട്ടേക്കുന്നത്. പിന്നെ ജനൽ തുറന്നിടും. ജനലിൽ കൂടെ അങ്ങനെ പാമ്പ് കയറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം തേച്ചിട്ടേക്കുന്നതല്ലേ, മിനുസായിട്ടുള്ള പ്രതലത്തിലൂടെ ഇതിൽ കൂടെ ഒന്നും പാമ്പ് കയറില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാലും നമ്മൾ ഇരിക്കുന്ന ടൈമിൽ മാത്രമേ ജനൽ തുറന്നിടാറുള്ളൂ. എപ്പോഴാണ് എങ്ങനെയാണ് അപകടം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരുപാട് നമ്മൾ പേടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സേഫായിട്ട് നിങ്ങളും ഇരിക്കുക. നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഒരു കരുതൽ എപ്പോഴും ഉണ്ടാവും. ഭയക്കണ്ട എങ്കിൽ പോലും കരുതലോടെ ഇരിക്കുക. ശ്രദ്ധ ഉണ്ടാവും എപ്പോഴും. നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ പിള്ളേരെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടി കേട്ടോ. അവരെപ്പോഴും ചിന്തിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യമാണെങ്കിൽ പോലും പുറത്തേക്ക് അങ്ങനെ ഇറക്കി വിടാറില്ല. അവനെയാണെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറുള്ളൂ. ഇറങ്ങിയാൽ പോലും വാതിൽ പുറത്തുനിന്ന് തന്നെ അടച്ചിട്ട് ഇറങ്ങാറുള്ളൂ. വാതിലൊരിക്കലും തുറന്നിടാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, പേടിയുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇന്നാൾ കണ്ട ആ പാമ്പിനെ പിടിച്ചിട്ടുമില്ല, അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് കേട്ടോ. അതിന് പിടിച്ചവർ കൊണ്ടുപോയാലും നമുക്ക് വലിയ ടെൻഷൻ ഇച്ചിരി കുറഞ്ഞ് കിട്ടിയാണ്. പക്ഷേ അതെന്ത് ചെയ്യണം, എവിടെ പോയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഡോക്ടറെ കയറി കണ്ടു. ഇൻഫെക്ഷനൊക്കെ കുറവുണ്ട്. എന്നാലും 2-3 ദിവസത്തേക്ക് സിറപ്പുണ്ട്. അതൊരു 4 ദിവസത്തേക്ക് 3 നേരം കുടിക്കാനായിട്ട് വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്ന ഒരു സിറപ്പാണ് കേട്ടോ. അപ്പോൾ അത് കുടിക്കാനുണ്ട്. പിന്നെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഹോസ്പിറ്റലിൽ അങ്ങനെ കയറാനുള്ള ഇട വരുത്താതിരിക്കട്ടെ. അതൊക്കെ നിസ്സാര കാര്യങ്ങൾ. എന്തായാലും അതൊക്കെ നമ്മൾ ആ വഴി അങ്ങ് നടന്നു. പിന്നെ എന്താ പറയുന്നത്, പിന്നെ വേറൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. കുറച്ച് സൗണ്ട് കുറച്ചേടാ. എന്തോ ഒരു ഗെയിമിൻ്റെ സൗണ്ടാണ് കേട്ടോ അത്. ഭയങ്കര സൗണ്ട്. കുറച്ച് സൗണ്ട് കുറയ്ക്കുമോ? അപ്പോൾ നമ്മൾ എന്താ അറിഞ്ഞുകൊണ്ടിരുന്നത്? പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കണക്ട് ചെയ്ത് 1-2 ദിവസം 3 ദിവസത്തേക്ക് വീഡിയോസ് കണക്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. അത് വേറൊന്നുമല്ല, ഞാൻ ലോങ് ആയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം കിട്ടുന്നുണ്ടായില്ല. ജോലിയുണ്ട് ഇടയ്ക്ക്, പിന്നെ ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ മെയിനായിട്ട് തുണി അലക്കാൻ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ മോട്ടർ ഇന്ന് നന്നാക്കും കേട്ടോ. ശനിയാഴ്ചയാണ് എല്ലാവരും പൈസ കൊടുക്കേണ്ടത്. 1300 വെച്ച് ഓരോ വീട്ടുകാർക്കും പിരിവുണ്ട്. അപ്പോൾ മോട്ടർ പുതിയത് വാങ്ങണം. വാങ്ങിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് വെള്ളം അടിക്കാൻ. വെള്ളം അടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. 300 ലിറ്റർ വെള്ളം കിട്ടത്തുള്ളൂ. എന്നാലും ഉള്ളതാവട്ടെ, നമുക്ക് അത്രയും കൂടെ വെള്ളം കാശ് കൊടുത്ത് മേടിക്കണ്ടല്ലോ. പിന്നെ ജപ്പാൻ്റെയൊക്കെ വെള്ളത്തിന് പൈപ്പ് ഇട്ടിട്ടുള്ള അതൊക്കെ നടപടികളായി വരുന്നതേ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും തന്നെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാണ് കേട്ടോ. ഇപ്പോൾ വേനലായതുകൊണ്ട് നമുക്കങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്തുകാർ ഇപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ മോട്ടർ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ ഇടാൻ പറ്റണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി, ഒരു 3-4 ദിവസമായി, 4-5 ദിവസം കണ്ടായി ഞാൻ വീഡിയോസ് എടുത്ത് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം, വീഡിയോ ഇടാൻ പറ്റിയില്ലല്ലോ. നമ്മുടെ ഒരു വരുമാന മാർഗം കൂടിയാണല്ലോ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഒന്നും ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റേ ജോലി ഒരു വഴി നടക്കുന്നുണ്ട്, അതും ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓക്കെയാണ്, എലിക്കുട്ടിയമ്മയും ഓക്കെ ആയിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഇനി 15 ദിവസം കഴിഞ്ഞ് പോകണം ഹോസ്പിറ്റലിൽ. അപ്പോൾ അതുവരെ മെഡിസിൻ ഉണ്ട്. പിന്നെ കുറഞ്ഞാൽ ഇത് ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം അമ്മയ്ക്ക് സർജറി വേണ്ടി വരില്ല, പ്രാർത്ഥന ഉണ്ടാവും, മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വിളിച്ച് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസ് ഇടാൻ എനിക്ക് കഴിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആരോഗ്യത്തോടെ
സേഫായിട്ട് എല്ലാവരും ഇരിക്കുക. പിന്നെ ഈ വേനൽ സമയമാണ്, നന്നായിട്ട് ബോഡി നോക്കുക, നന്നായി വെള്ളം കുടിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.